Jane to all. How are you all? Are you all fine? Hope you all are safe and happy at your home. നിങ്ങളെല്ലാവരും വീട്ടിൽ സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? Today we are going to start our Hindi class. Before starting today's class, teacher will help you revise once more the previous letters. Okay? ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ടീച്ചർ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച ലെറ്റേഴ്സ് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്താം. ഓക്കെ, എല്ലാവരും ടീച്ചറിൻ്റെ ഒപ്പം ഒന്ന് എല്ലാ ലെറ്റേഴ്സും പറയണം. നമ്മൾ സ്വരാക്ഷർ ഋ വരെയുള്ള ലെറ്റേഴ്സാണ് പഠിച്ചത് അല്ലേ? സേ ആ, ഫസ്റ്റ് ലെറ്റർ ഏതാ? ആ. ആ സേ അനാർ. ആ സേ അനാർ. അനാർ മീനിങ് pomegranate. Then ആ. ആ സേ ആം. ആം മീനിങ് മാംഗോ. Then ഈ. ഈ സേ ഇംലി. ഇംലി മീനിങ് tamarind. Then ഈ. ഈ സേ ഈക്ക്. ഈക്ക് മീനിങ് sugar cane. Then next letter say u. U say ullu. Ullu meaning owl. Next letter u. U say oon. Oon meaning wool. Then next letter r. R say rishi. Rishi meaning saint. നമ്മൾ 7 ലെറ്റേഴ്സ് പഠിച്ചു അല്ലേ സ്വരാക്ഷർ? ദെൻ നെക്സ്റ്റ് ലെറ്ററിലോട്ട് പോവാം. ഓക്കെ, എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി ദ നെക്സ്റ്റ് സ്വരാക്ഷർ എ. അടുത്ത ലെറ്റർ ഏതാ പഠിക്കുന്നത്? എ എന്ന ലെറ്ററാണ് പഠിക്കുന്നത്. ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടല്ലോ. ഏതാ ലെറ്റർ ഏതാ? അടുത്ത ലെറ്റർ ഏതാ പഠിക്കുന്നത്? എ. ഇതാ ഇവിടെ നോക്കിയേ, എല്ലാവരും സ്ക്രീനിൽ ശ്രദ്ധിച്ച് നോക്കണം. ലെറ്റർ ഏതാ? എ. സേ എ. ഏതാ ലെറ്റർ? എ. ഏതാ? എ. മനസ്സിലായോ? എ എന്ന ലെറ്റർ എല്ലാവരും കണ്ടായിരുന്നു. ആ, ഇനി എ എന്ന ലെറ്റർ ഉപയോഗിച്ചുള്ള 4 വേർഡ്സ് ടീച്ചർ പറയാം. ഓക്കെ, എല്ലാവരും ടീച്ചറിൻ്റെ ഒപ്പം പറയണം. സേ എ സേ ഏൽബം. എ സേ ഏൽബം. സേ എ സേ ഏൽബം. ഏൽബം മീനിങ് ആൽബം. ഏൽബം മീനിങ് എന്താ? ആൽബം. ആൽബം അറിയത്തില്ലേ? ഫോട്ടോസൊക്കെ ഒട്ടിച്ച് വെച്ചേക്കുന്ന ആൽബം കണ്ടിട്ടുണ്ടല്ലോ. ആ, അതാ എ സേ ഏൽബം. ഏൽബം മീനിങ് ആൽബം. ദെൻ എ സേ ഏക്ക്. എ സേ ഏക്ക്. ഏക്ക് എന്ന് പറഞ്ഞാൽ 1, നമ്പർ 1. നമ്മൾ പഠിച്ചല്ലോ, 1 2 3 പഠിച്ചില്ല. ആ, അതിലുള്ള ഫസ്റ്റ് നമ്പർ ഏതാ? 1. എ സേ ഏക്ക്. ഏക്ക് മീനിങ് 1. ദെൻ എ സേ ഏക് ധാര. എ സേ ഏക് ധാര. സേ എ സേ ഏക് ധാര. ഏക് ധാര മീനിങ് എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. നമ്മൾ വയലിനൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? നിങ്ങൾ വയലിൻ, ഗിറ്റാർ അങ്ങനെയുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഒക്കെ അറിയത്തില്ലേ? കണ്ടിട്ടുണ്ടായിരിക്കും. ആ, പിക്ചറിലെങ്കിലും കണ്ടിട്ടുണ്ടാവും. അതുപോലെയുള്ള ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റാണ് എന്താ? ഏക് ധാര. ഓക്കെ, ദെൻ ഫോർത്ത് വൺ എ സേ ഏഠി. എ സേ ഏഠി. ഏഠി മീനിങ് ഹീൽ. ഏഠി മീനിങ് ഹീൽ. ഹീൽ എന്ന് പറഞ്ഞാൽ കാലിൻ്റെ ഉപ്പൂറ്റി. ഓക്കെ, സേ വൺസ് മോർ എ സേ ഏക് ധാര. എ സേ ഏക് ധാര. ഏക് ധാര മീനിങ് എന്താ? എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. എ സേ ഏൽബം. എ സേ ഏൽബം. ഏൽബം മീനിങ് ആൽബം. ദെൻ എ സേ ഏക്ക്. ഏക്ക് മീനിങ് 1. ദെൻ ലാസ്റ്റ് വൺ എ സേ ഏഠി. എ സേ ഏഠി. ഏഠി മീനിങ് ഹീൽ. മനസ്സിലായോ? 4 വേർഡ്സ് മനസ്സിലായോ? നിങ്ങൾ എത്ര എണ്ണം പഠിക്കണം? ഒരെണ്ണം പഠിച്ചാൽ മതി. കേട്ടല്ലോ, നമ്മളെ ടെക്സ്റ്റിൽ എത്ര വേർഡ്സ് ഉണ്ട്? 4 വേർഡ്സ് ഉണ്ട്. പക്ഷേ നമ്മൾ ഒരു ലെറ്റർ ഉപയോഗിച്ചുള്ള ഒരു വേർഡ് മാത്രം കാണാതെ പഠിച്ചാൽ മതി. ഓക്കെ, ദെൻ ഇനി നമുക്ക് എ എന്ന ലെറ്റർ എങ്ങനെയാണ് എഴുതുന്നതെന്ന് ഒന്ന് നോക്കാം. ടീച്ചർ എഴുതി കാണിക്കും. എല്ലാവരും വളരെ ശ്രദ്ധയോടെ നോക്കിയിരിക്കണം. ഓക്കെ, ടീച്ചർ വിൽ മേക്ക് യു റിമെമ്പർ once more the previous letters. All of you listen. First letter A. Listen. Then next letter A. Say next letter E. Then E. Then U. Next letter
O. Next letter R. Okay, say once more. A, E, O, R. Okay, then next letter A. Listen. Then okay, ഫസ്റ്റ് മേളിലത്തെ ലൈൻ അപ്പർ ലൈനിൽ നിന്ന് തുടങ്ങി ഒരു സ്റ്റാൻഡിങ് ലൈൻ. ഓക്കെ, ഒരു സ്റ്റാൻഡിങ് ലൈൻ. ആ സ്റ്റാൻഡിങ് ലൈൻ താഴത്തെ ലൈനിൽ ടച്ച് ചെയ്യേണ്ട. അതാ അതിൻ്റെ തൊട്ട് മുകളിലെത്തുന്നു. സ്റ്റാൻഡിങ് ലൈൻ ഇതുവരെ എത്തി. ദെൻ പുറത്തേക്ക് ഒരു സ്ലാൻഡിങ് ലൈൻ. ഓക്കെ, ഒരു സ്ലാൻഡിങ് ലൈൻ. ദെൻ ജസ്റ്റ് ഒരു കർവ്. ദെൻ റൈറ്റ് സൈഡിൽ ഒരു സ്മോൾ ലെറ്റർ ജെ. നിങ്ങൾക്കറിയാം അല്ലേ, സ്മോൾ ലെറ്റർ ജെ പഠിച്ചു. ഇതാ നോക്കി, ഫസ്റ്റ് ഒരു സ്റ്റാൻഡിങ് ലൈൻ, ജസ്റ്റ് ഒരു കർവ് റൈറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് എ. ലിസൺ വൺസ് മോർ. ഫസ്റ്റ് ഒരു സ്റ്റാൻഡിങ് ലൈൻ, താഴത്തെ ലൈനിൻ്റെ തൊട്ട് മേളിൽ വരെ എത്തുന്നു. ദെൻ പുറത്തേക്കൊരു സ്ലാൻഡിങ് ലൈൻ. ഓക്കെ, ദെൻ ജസ്റ്റ് ഒരു ബാക്കിലേക്ക് ഒരു കർവ്. റൈറ്റ് സൈഡിൽ വീണ്ടും ഒരു സ്റ്റാൻഡിങ് ലൈൻ, ലെഫ്റ്റിലേക്ക് ഒരു കർവ് ഉണ്ടോ. ദെൻ ഒരു സ്ലീപ്പിംഗ് ലൈൻ. ഓക്കെ, ദാറ്റ് ഈസ് എ. എന്താ എ. ലിസൺ വൺസ് മോർ. ഫസ്റ്റ് ഒരു സ്റ്റാൻഡിങ് ലൈൻ, താഴത്തെ ലൈനിന് തൊട്ട് മേളിലെത്തുന്നു. അവിടെ നിർത്തിയതിന് ശേഷം പുറത്തേക്കൊരു സ്ലാൻഡിങ് ലൈൻ. ഓക്കെ, ദെൻ ബാക്കിലേക്കൊരു ജസ്റ്റ് ഒരു ചെറിയ കർവ്. ദെൻ റൈറ്റ് സൈഡിൽ വീണ്ടും ഒരു സ്റ്റാൻഡിങ് ലൈൻ, ലെഫ്റ്റിലേക്ക് ഒരു കർവ്. ഓക്കെ, ദെൻ ഡ്രോ എ സ്ലീപ്പിംഗ് ലൈൻ. ദാറ്റ് ഈസ് എ. മനസ്സിലായോ? ലെറ്റർ ഐ. അടുത്ത ലെറ്റർ ഏതാ നമ്മൾ പഠിക്കുന്നത്? ഐ. സേ ഐ. ഏതാ ലെറ്റർ? ഐ. ഇതാ ഇവിടെ നോക്കിക്കേ, എല്ലാവരും സ്ക്രീനിലൊന്ന് നോക്കിയേ. കണ്ടോ? ഐ എന്ന ലെറ്റർ കണ്ടായിരുന്നോ എല്ലാവരും? ദെൻ ഇനി ഐ ഉപയോഗിച്ചുള്ള 3 വേർഡ്സ് ടീച്ചർ പറയും. ഓക്കെ, എല്ലാവരും ടീച്ചറിൻ്റെ ഒപ്പം പറയണം. സേ I say atlas. I say atlas. Atlas meaning atlas. Atlas meaning atlas. Atlas എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരു ഗ്രൂപ്പ് ഓഫ് മാപ്പ് ഉൾപ്പെടുന്ന ഒരു ബുക്കിനെയാണ് അറ്റ്ലസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ I say ambulance. I say ambulance. Ambulance meaning ambulance. നമ്മൾ എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്ന വെഹിക്കിളാണ് ഏതാ? ആംബുലൻസ്. കണ്ടിട്ടുണ്ടല്ലോ. എന്താ വെഹിക്കിളിൻ്റെ കളർ? വൈറ്റ് കളറാണല്ലേ. എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് റെഡ് കളർ ലൈറ്റ് ഇട്ട് ഭയങ്കരമായിട്ടുള്ള സൗണ്ടോടെ കൊണ്ടുപോകുന്ന വെഹിക്കിൾ കണ്ടിട്ടില്ലേ? അതിനെയാണ് പറയുന്നത് എന്താ? ആംബുലൻസ്. എന്താ? ആംബുലൻസ്. ദെൻ ഐ സേ ഐനക്. ഐ സേ ഐനക്. ഐനക് മീനിങ് സ്പെക്ടക്കിൾ. ഐനക് മീനിങ് സ്പെക്ടക്കിൾ, നമ്മൾ കണ്ണിൽ വെക്കുന്ന കണ്ണട. ഓക്കെ, അപ്പോൾ 3 വേർഡ്സ് ടീച്ചർ പറഞ്ഞു അല്ലേ? ഒരു പ്രാവശ്യം കൂടെ ഒന്ന് പറയാം. ഓക്കെ, പറഞ്ഞേ. ഐ സേ അറ്റ്ലസ്. ഐ സേ അറ്റ്ലസ്. അറ്റ്ലസ് മീനിങ് അറ്റ്ലസ്. ദെൻ ഐ സേ ആംബുലൻസ്. ഐ സേ ആംബുലൻസ്. ആംബുലൻസ് മീനിങ് ആംബുലൻസ്. ദെൻ ഐ സേ ഐനക്. ഐ സേ ഐനക്. ഐനക് മീനിങ് സ്പെക്ടക്കിൾ. നിങ്ങൾ എത്ര വേർഡ്സ് പഠിക്കണം? ഒരൊറ്റ വേർഡ് ലാസ്റ്റ് പഠിച്ചാൽ മതി. ദെൻ പറഞ്ഞേ എന്താ? ഐ സേ ഐനക്. ഐനക് സ്പെക്ടക്കിൾ എന്നുള്ള ഒരൊറ്റ വേർഡ് മാത്രം നിങ്ങൾ കാണാതെ പഠിച്ചാൽ മതി. ഓക്കെ, ഇനി ടീച്ചർ ഐ എന്ന ലെറ്റർ എങ്ങനെയാണ് എഴുതുന്നതെന്ന് പഠിപ്പിക്കാം. എല്ലാവരും ശ്രദ്ധിച്ച് നോക്കിയിരിക്കണം. ഐ എന്ന ലെറ്റർ എങ്ങനെയാണ് എഴുതുന്നതെന്ന് ടീച്ചർ പഠിപ്പിക്കാമേ. ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയിരിക്കണം. നോക്കിയേ, ഫസ്റ്റ് മേളിലത്തെ ലൈൻ, അപ്പർ ലൈനിൽ നിന്ന് തുടങ്ങി ഒരു സ്റ്റാൻഡിങ് ലൈൻ, അത് താഴത്തെ ലൈനിന് തൊട്ട് മേളിൽ നിർത്തുന്നു. ദെൻ പുറത്തേക്ക് ഒരു സ്ലാൻഡിങ് ലൈൻ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് ഒരു കർവ്. ദെൻ റൈറ്റ് സൈഡിൽ വീണ്ടും ഒരു സ്റ്റാൻഡിങ് ലൈൻ, ജസ്റ്റ് ബാക്കിലോട്ട് ഒരു കർവ്. ദെൻ ആ സ്റ്റാൻഡിങ് ലൈൻ റൈറ്റ് സൈഡിൽ എഴുതിയില്ലേ, ജെ പോലെ, സ്മോൾ ലെറ്റർ ജെ പോലെ എഴുതിയതിൻ്റെ തൊട്ട് മേളിൽ ഒരു ചെറിയ സ്ലാൻഡിങ് ലൈൻ. ഓക്കെ, ദെൻ ഡ്രോ എ സ്ലീപ്പിംഗ് ലൈൻ. ദാറ്റ് ഈസ് ഐ. എന്താ? ഐ. ലിസൺ വൺസ് മോർ. ഫസ്റ്റ് ഒരു സ്റ്റാൻഡിങ് ലൈൻ, താഴത്തെ ലൈനെ ടച്ച് ചെയ്യേണ്ട, ജസ്റ്റ് മേളിൽ നിർത്തുന്നു. ദെൻ പുറത്തേക്കൊരു സ്ലാൻഡിങ് ലൈൻ,
ജസ്റ്റ് ബാക്കിലോട്ടൊരു കർവ്. ദെൻ റൈറ്റ് സൈഡിൽ ഒരു സ്മോൾ ലെറ്റർ ജെ പോലെ, ഇതാ നോക്കിയേ, ഒരു സ്റ്റാൻഡിങ് ലൈൻ, ജസ്റ്റ് ബാക്കിലേക്ക് ഒരു കർവ്. ദെൻ ആ സ്റ്റാൻഡിങ് ലൈൻ വരച്ച് ബാക്കിലേക്ക് കർവ് വരച്ചില്ലായിരുന്നോ, ജെ പോലെ എഴുതിയില്ലേ, ഇതിൻ്റെ തൊട്ട് മേളിൽ എന്താ ഒരു സ്ലാൻഡിങ് ലൈൻ. ഓക്കെ, ദെൻ ഡ്രോ എ സ്ലീപ്പിംഗ് ലൈൻ, ദാറ്റ് ഈസ് ഐ. ഓക്കെ, ലിസൺ വൺസ് മോർ. ഫസ്റ്റ് ഡ്രോ എ സ്റ്റാൻഡിങ് ലൈൻ, ഇവിടെ താഴത്തെ ലൈനിന് തൊട്ട് മേളിൽ നിർത്തുന്നു. ഓക്കെ, ഒരു സ്റ്റാൻഡിങ് ലൈൻ, ദെൻ പുറത്തേക്കൊരു സ്ലാൻഡിങ് ലൈൻ, ജസ്റ്റ് ബാക്കിലോട്ടൊരു കർവ്, ദെൻ റൈറ്റ് സൈഡിൽ ഒരു സ്മോൾ ലെറ്റർ ജെ. ഓക്കെ, ദെൻ മേളിൽ ആ ജെയുടെ തൊട്ട് മേളിൽ തന്നെ ഒരു സ്ലാൻഡിങ് ലൈൻ, ദെൻ ഡ്രോ എ സ്ലീപ്പിംഗ് ലൈൻ. ഓക്കെ, സ്ലീപ്പിംഗ് ലൈൻ ഇതുവരെ മതി, കണ്ടല്ലോ. ലിസൺ വൺസ് മോർ. ഫസ്റ്റ് ഒരു സ്റ്റാൻഡിങ് ലൈൻ, താഴത്തെ ലൈനിന് തൊട്ട് മേളിൽ നിർത്തുന്നു. ദെൻ പുറത്തേക്ക് ഒരു സ്ലാൻഡിങ് ലൈൻ, ജസ്റ്റ് ബാക്കിലോട്ടൊരു കർവ്, റൈറ്റ് സൈഡിൽ ഒരു സ്മോൾ സ്റ്റാൻഡിങ് ലൈൻ, ബാക്കിലോട്ടൊരു കർവ്. ദെൻ മേളിൽ ആ സ്മോൾ സ്റ്റാൻഡിങ് ലൈൻ കർവ് കൂടെ എഴുതിയില്ലേ, അതിൻ്റെ തൊട്ട് മേളിലായിട്ട് ഒരു സ്മോൾ സ്ലാൻഡിങ് ലൈൻ. ഓക്കെ, ദെൻ ഡ്രോ എ സ്ലീപ്പിംഗ് ലൈൻ, ദാറ്റ് ഈസ് ഐ. മനസ്സിലായോ? ലിസൺ. ഇന്ന് നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ്? എ, ഐ അല്ലേ? ഇത് നോക്കിയേ, ഫസ്റ്റ് ലെറ്റർ ഏതാ? എ. ലിസൺ. സ്റ്റാൻഡിങ് ലൈൻ, ദെൻ ഒരു സ്ലാൻഡിങ് ലൈൻ, ജസ്റ്റ് ബാക്കിലോട്ടൊരു കർവ്, ദെൻ റൈറ്റ് സൈഡിൽ ഒരു സ്മോൾ സ്റ്റാൻഡിങ് ലൈൻ, ബാക്കിലേക്ക് ഒരു കർവ് അല്ലേ? ദെൻ ഡ്രോ എ സ്ലീപ്പിംഗ് ലൈൻ, ദാറ്റ് ഈസ് എ. എന്താ? എ. ഓക്കെ, ദെൻ ഐ. ഫസ്റ്റ് ഒരു സ്റ്റാൻഡിങ് ലൈൻ, ദെൻ ഒരു സ്ലാൻഡിങ് ലൈൻ, ജസ്റ്റ് ബാക്കിലോട്ടൊരു കർവ്, ദെൻ റൈറ്റ് സൈഡിൽ ഒരു സ്റ്റാൻഡിങ് ലൈൻ, സ്മോൾ സ്റ്റാൻഡിങ് ലൈൻ, ബാക്കിലോട്ടൊരു കർവ്. ഓക്കെ, ദെൻ ആ നമ്മൾ റൈറ്റ് സൈഡിൽ ഒരു സ്മോൾ സ്റ്റാൻഡിങ് ലൈൻ ഒരു കർവ് കൂടെ എഴുതിയില്ലേ, അതിൻ്റെ തൊട്ട് മേളിലായിട്ട് ഇതാ നോക്കിക്കേ, ഒരു സ്മോൾ സ്ലാൻഡിങ് ലൈൻ. ഓക്കെ, ദെൻ ഡ്രോ എ സ്ലീപ്പിംഗ് ലൈൻ, ദാറ്റ് ഈസ് ഐ. എന്താ? ഐ. ലിസൺ. ഇപ്പോൾ നമ്മൾ പഠിച്ച ലെറ്റേഴ്സ് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്താം. ഓക്കെ, സേ ആ, ഇ, ഈ, ഉ, ഓ, റ്, എ, ഐ. Okay. Dear parents, I will show you how to draw the lines in the Hindi notebook and write the letters. At first, draw 4 columns like this. Then write the letter A in the first one line. Then താഴേക്കുള്ള ലൈനിൽ നിങ്ങൾ കുട്ടികൾ തന്നെ വളരെ നീറ്റായിട്ട് എഴുതി ടീച്ചേഴ്സിന് സെൻഡ് ചെയ്യണം. ഓക്കെ. Then next page, paste the pictures using the letter A. Then next page, using the same way, draw 4 columns, then write the letter I in the first one line. Then താഴേക്കുള്ള ലൈനിൽ കുട്ടികൾ തന്നെ നീറ്റായിട്ട് എഴുതി ടീച്ചേഴ്സിന് അയക്കണം. ഓക്കെ. Then next page, paste the pictures using the letter I. Hope you all understood both the letters and the words beginning with 2 letters and also understood how to write the letter. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് ടീച്ചർ പഠിപ്പിച്ച എ ഐ ഈ 2 ലെറ്റേഴ്സ് മനസ്സിലായല്ലോ അല്ലേ? അതെങ്ങനെയാണ് എഴുതുന്നതെന്നും അതുപയോഗിച്ചുള്ള വേർഡ്സും ടീച്ചർ പഠിപ്പിച്ചു അല്ലേ? സോ ടീച്ചർ ഈസ് വൈൻഡ് അപ്പിംഗ് ടുഡേയ്സ് ക്ലാസ്. See you in the next class. Thank you.